ഇന്നൊരു ജ്യൂസി ലെഗ് ഫ്രൈയും പാലാടയുമാണ്. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, മസാല ഇതെല്ലാം കൂടി പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് 3 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ പെരുംജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ കോൺഫ്ലവർ, പുളിയില്ലാത്ത തൈര്, കുറച്ച് എണ്ണ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ലെഗ് പീസിനെ ഒന്ന് പുരട്ടി മാറ്റി വയ്ക്കാം. അപ്പം പാലാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു 3 കപ്പ് 2.25 കപ്പ് പച്ചരിയോളം എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് പച്ചരി ഇട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അത് അടിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി പാൽ ചേർത്ത് നേർപ്പിച്ച് വീണ്ടും അടിക്കണം. കുറച്ച് പഞ്ചസാരയും 1 മുട്ടയും കൂടി ചേർത്ത് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. നല്ല മഷി പോലെ അടിച്ചെടുക്കണം. നല്ല കട്ടിയില്ലാതെ നല്ല നൈസായിട്ട് തന്നെ ഇരിക്കുകയും വേണേ. അതുപോലെ തന്നെ വീണ്ടും ബാക്കി ഇരുന്ന പച്ചരിയും കൂടെ ചേർത്ത് ഇതുപോലെ അടിച്ചെടുത്ത് അതിലും 1 മുട്ടയും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2.25 കപ്പ് പച്ചരിയും ഏകദേശം ഒരു 6 കപ്പോളം തേങ്ങാപ്പാലും കൂടി ചേർത്ത് ആണ് നേർപ്പിച്ച് മാവിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് അടച്ച് വയ്ക്കുക. അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി, വെളുത്തുള്ളി, തക്കാളി, വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന വറ്റൽമുളക്, മല്ലിയില ഇതെല്ലാം കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ അരച്ച അരപ്പിനെ ഒന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് ചൂടാക്കാം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി അതിലോട്ടൊഴിച്ച് അതൊന്ന് കുറുകുമ്പോഴേക്കും നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ അതിലിട്ട് ആ ഗ്രേവിയെല്ലാം അതിൽ പിടിക്കത്തക്ക രീതിയിലാക്കി മാറ്റി വയ്ക്കാമേ. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പാലാടയുടെ മാവും റെഡിയായി വന്നിട്ടുണ്ട്. പാലാടയുടെ മാവ് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് തേങ്ങാപ്പാലിൽ മാത്രമേ അടിച്ചെടുക്കാൻ പാടുള്ളൂ. അതിൽ എത്ര ലൂസാക്കി നേർപ്പിച്ചെടുക്കണമെങ്കിലും തേങ്ങാപ്പാൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പം പഞ്ചസാര വേണമെങ്കിൽ ഇടാം, അതൊരു ചേർക്കുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. കറിയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ അതൊരു രുചിയായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീശിയെടുക്കണമെങ്കിൽ മാവ് നല്ല നേർത്ത് നല്ല രീതിയിൽ അരഞ്ഞും കിട്ടണം. അപ്പം നല്ല രീതിയിലുള്ളൊരു പാലാട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഗ്രേവി, നല്ല ജ്യൂസി ആയിട്ടുള്ള ലെഗ് ഫ്രൈയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലാടയും എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പാലാടയുടെ മാവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തേങ്ങാപ്പാലിൽ മാത്രമേ ചേർക്കാവൂ. അതുപോലെ തന്നെ അത് ചളിച്ച് പോകാനൊന്നും പാടില്ല. നമ്മൾ ഫ്രഷായിട്ട് തന്നെ അരച്ചെടുത്ത് ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചുട്ടെടുക്കുക. അപ്പോഴും തന്നെ ചുടുന്നതാണ് സാധാരണ, എല്ലാവരും അപ്പോഴും തന്നെ ചുടും. ഞാൻ കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കും കേട്ടോ, എങ്കിലേ ആ മാവ് അരിയുടെ ഇതിലൊക്കെ എല്ലാം നല്ല രീതിയിലൊക്കെ ഒന്ന് പിടിക്കുള്ളൂ.